നമസ്കാരം. പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി തങ്ങളുടെ സൈനിക ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം സ്വാഭാവികമായ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയും വെല്ലുവിളിക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ IRGC നടത്തുന്ന ആക്രമണങ്ങൾ വിദേശ ശക്തികളുടെ അനാവശ്യമായ ഇടപെടലുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. മേഖലയിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് വിദേശ സൈനിക സാന്നിധ്യമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈന്യത്തെ പാർപ്പിച്ചിരുന്ന 20ഓളം ഗാംഘറുകൾ തകർത്തതിലൂടെയും തന്ത്രപ്രധാനമായ US C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും P-8 നിരീക്ഷണ വിമാനങ്ങളെയും ലക്ഷ്യമിട്ടതിലൂടെയും ഇറാന്റെ സൈനിക മികവാണ് വ്യക്തമായത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ ഇറാനിയൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നത് മേഖലയിൽ അവരുടെ പ്രതിരോധ ശേഷി എത്രത്തോളം ശക്തമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അമേരിക്കൻ പെന്റഗൺ പുറത്തുവിടുന്ന മരണസംഖ്യകളിലെയും നാശനഷ്ടങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ അമേരിക്കയുടെ ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത തിരിച്ചടികൾ ലോകത്തിനു മുന്നിൽ മറച്ചുവെക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്ന അമേരിക്കയുടെ പരമ്പരാഗതമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഔദ്യോഗിക കണക്കുകളിലെ ഈ സുതാര്യതയില്ലായ്മ. ഇറാനിലുടനീളം അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് ബാധിക്കുന്നത്. പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുക എന്ന യുദ്ധതന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പച്ചയായ ലംഘനവും സാധാരണ ജനങ്ങളോടുള്ള ക്രൂരതയുമാണ്. തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന അയൽ രാജ്യങ്ങളിലെ വിദേശ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വ്യക്തമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. വിദേശ അധിനിവേശ ശക്തികൾക്ക് സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കുന്ന പ്രാദേശിക പങ്കാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. മേഖലയുടെ സുരക്ഷാ മേഖലയിലെ രാജ്യങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന ഇറാന്റെ നിലപാടിന് അടിവരയിടുന്നതാണ് ഈ സംഭവം. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പുലർത്തുന്ന കർശനമായ നിരീക്ഷണവും നിയന്ത്രണവും തങ്ങളുടെ പ്രാദേശിക സമുദ്ര അതിർത്തി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. വിദേശ യുദ്ധ കപ്പലുകൾക്കും സാമ്രാജ്യത്വ താൽപര്യങ്ങളും സംരക്ഷിക്കുന്ന ടാങ്കറുകൾക്കും അതിരുകടന്ന സ്വാതന്ത്ര്യം നടക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാനിയൻ കമാൻഡ്. ഏതൊരു സംഘർഷത്തിലും ആദ്യം ആക്രമണം അഴിച്ചുവിടുകയും പിന്നീട് അതിനെ പ്രതിരോധമെന്ന് വിളിക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ സ്ഥിരം രീതിയാണ്. ജൂലൈ 18 സംഭവ വികാസങ്ങളെയും തുടർന്ന് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നയിച്ചതിലൂടെ സമാധാനപരമായ ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയ്ക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഈ ഏകപക്ഷീയമായ നിലപാടാണ് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ഭീഷണികളെയും വ്യാജ പ്രചരണങ്ങളെയും ഒരേ സമയം ചെറുത്തു തോൽപ്പിക്കാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കഴിയുന്നുണ്ട്. ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക പ്രതിരോധ ശൃംഖലകളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞത് അവരുടെ ആയോധന മികവിനെയാണ് വ്യക്തമാക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ജനതയുടെ പ്രതീകമാണ് ഇറാൻ. അടിച്ചമർത്തലുകൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ധീരമായി നിലകൊള്ളാൻ ഇറാന് കഴിയുന്നു എന്നത് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും ഒരു പാഠം കൂടിയാണ്.